കട്ട് ചെയ്യണം. DNA ഉണ്ട്, നമുക്കറിയാം. നമ്മളതിനെ എന്ത് പറയും? കാർമികം എന്ന് പറയല്ലേ. നമുക്ക് കാർമികം അല്ലെ പൂർവികം നമ്മുടെ അല്ല, നമ്മുടെ പരമ്പരയിലുള്ളവർ ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ 99% നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ ദുഃഖത്തിനുള്ള കാരണം. നമസ്കാരം. നമസ്കാരം. അലക്സഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ആദിയാണ്. തൃശ്ശൂരിൽ നിന്നുമാണ് എത്തിയിരിക്കുന്നത്. അപ്പം 21 ദിവസത്തെ മെഡിറ്റേഷൻ, ഇപ്പോൾ ഈ പ്രോഗ്രാമിനെ പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞു, അപ്പം അടുത്തത് ഓഗസ്റ്റ് 5-ാം തീയതി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് 21 ദിവസത്തെ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ധ്യാനാവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അപ്പം അത് പലർക്കും പെട്ടെന്ന് കിട്ടുന്ന കാര്യമല്ല. അപ്പോൾ ആ എനർജി ലെവൽ, ഇപ്പോൾ താഴ്ന്നു നിൽക്കുന്ന എനർജി ലെവൽ ഉയർന്ന ലെവലിലേക്ക് പോവുകയും നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു വലിയൊരു എന്താ പറയുന്നത് ഒരു അവസ്ഥ, ആ അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പോൾ അത് ഈ ബ്രഹ്മി സ്കൂൾ ഓഫ് ഇന്നർ സയൻസിൽ അത് എങ്ങനെയാണ് സാധിച്ചെടുക്കുക? ശരണം സ്മരണം ഗുരുവൈ ദേവം, ശരണം സ്മരണം ഗുരുവൈ ദേവം. നമസ്കാരം മാം, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ധ്യാനം അഞ്ജന മാം പറഞ്ഞതുപോലെ തന്നെ അത് തന്നെ സംഭവിക്കേണ്ട ഒന്നാണ്. ധ്യാനം തന്നെ സംഭവിക്കേണ്ട ഒന്നാണ്. അപ്പം ധ്യാനം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഉള്ളിലേക്കുള്ള, നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾക്കുപരി തന്നെ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള ജീവികളെല്ലാം സംബന്ധിച്ചു, ഈ സൃഷ്ടിയെ സംബന്ധിച്ച് നോക്കുമ്പം എല്ലാ ജീവികളും ഒന്നാണ്. അതൊരു പൂച്ചയാണേലും ആടാണേലും പട്ടിയാണേലും എല്ലാം സൃഷ്ടിയുടെ കണ്ണിൽ ഒന്നാണ്. അതിൻ്റെ വ്യത്യസ്തമായൊരു ജീവി മാത്രമാണ് മനുഷ്യൻ. ഈ മനുഷ്യന് പരിണാമപ്പെടുവാനായിട്ട് ധ്യാനം സംഭവിക്കുന്ന അവരുടെ ഒരു നട്ടലില്ല, ഒരു ഊർജ പ്രക്രിയ, അതിൽ നിന്ന് ഒരു പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു മനുഷ്യന് കാലക്രമേണ അവൻ ഈ സൃഷ്ടിയുടെ ആഴമേറിയ സത്യത്തിലേക്ക് ലയിക്കാനായിട്ട് ശ്രമിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ അതിന് സാധിക്കും. ധ്യാനം അർത്ഥമാക്കുന്നത് പൂർണ്ണമായിട്ടും ഒരു നിർവ്വാണയാണ്. ധ്യാനം എന്ന് പറയുമ്പോൾ ചിന്തകളിൽ നമ്മൾ മുഴുകി ചിന്തകളെ നിരീക്ഷിക്കുന്നതല്ല ധ്യാനം. മനുഷ്യന്റെ ഒരു പ്രത്യേകത, ഒരു 99% മനുഷ്യന്റെ ധാരണ എന്ന് പറയുന്നത് അവന് തിങ്കിങ് മാത്രമേ ഉള്ളൂ, അവന്റെ ചിന്തകളിലാണ്. ചിന്തകളില്ലാത്ത അവസ്ഥയാണ് ധ്യാനം. ചിന്തകളില്ലാത്ത അവസ്ഥയല്ല ധ്യാനം. അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തകളിൽ നിന്നൊക്കെ മോചനപ്പെടുകയാണ്. നമുക്ക് മനസ്സിന്റെ തലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ തിങ്കിങ്ങിൽ അല്ല, ധ്യാനം എന്ന് പറയുന്നത് ഒരു ചിന്താ പ്രക്രിയയാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുന്നു. പക്ഷെ അല്ല, നമ്മുടെ പറയുന്നത് പോലെ ആത്മ എന്ന് പറയുന്നൊരു ചക്രം ഒരു ഉയർന്ന ഗ്രഹണമാണ്. സൃഷ്ടി എന്താന്നുള്ളൊരു അവബോധമുണ്ട് നമുക്ക്. ഈ അവബോധം, അവനവൻ ആരാണെന്നും സൃഷ്ടി പ്രക്രിയ എന്താന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ധ്യാനത്തിലൂടെ സംഭവിക്കുന്നത്. തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ, ഒരു കോൺഷ്യസ് ഉണ്ടാകുമ്പം തന്നെ എന്ത് സംഭവിക്കും? നമ്മുടെ ഉള്ളിൽ നിർവ്വാണ അർത്ഥമാക്കുന്നത് പൂർണ്ണമായിട്ടും ഒരു ആനന്ദ പ്രക്രിയയാണ്. ഒരു തികച്ചും നമുക്കറിയാലോ, ശരീരം ശൂന്യമായി ചിന്തകൾ നിശബ്ദമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കണ്ണിൽ നിന്ന് പരമാനന്ദ കണ്ണുനീർ ഒഴുകും. അത് നമ്മുടെ ഇന്റൻഷൻ ഇല്ലാതെ തന്നെ നമ്മുടെ ഓരോ സെല്ലുകളും, ശരീരത്തെ ഓരോ കോശങ്ങൾ പോലും, ഇന്ദ്രിയങ്ങൾ, ഈ ജീവിതത്തിൽ ഏറ്റവും കിട്ടിയ ഒരു ഉന്നതമായുള്ളൊരു കാര്യം നമ്മുടെ മനസ്സല്ല, നമ്മുടെ വിവേകം മനസ്സിലാക്കും. അവബോധത്തെ ബുദ്ധി മനസ്സിലാക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ധ്യാനത്തിന്റെ പ്രാധാന്യം എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു വ്യക്തിയിൽ ധ്യാനം സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മീയ യാത്ര വളരെ എളുപ്പമാക്കി എടുക്കാൻ പറ്റും. ഇപ്പം തുടക്ക സമയത്ത് ഇച്ചിരി നേരം പോലും അവർക്ക് ഒരു എനർജി വേണം, അല്ലെ? ഒരു ശക്തി ഉണ്ടെങ്കിൽ ഒരു ധ്യാനം സംഭവിക്കുള്ളൂ. നമ്മൾ യോഗയുടെ മനസ്സിൽ പറയും ജപം, തപം, ധ്യാനം, ധാരണ, ശൂന്യ, സമാധി. 6 ഘട്ടങ്ങളാണുള്ളത്. 6 ഘട്ടങ്ങളും ആദ്യം ജപവും തപവുമാണ്, പിന്നെ ധ്യാനം സംഭവിക്കും, പിന്നെ ധാരണയാണ്, അവനവൻ ആരാന്നുള്ള കോൺഷ്യസ്. അവിടെ ഒരു ശൂന്യതയാണ്.
ഈ ശൂന്യത കൂടി വരുമ്പോൾ എന്തുണ്ടാവും? അവിടെ ഉയർന്ന തലത്തിൽ ശൂന്യത കൂടുമ്പോൾ ധ്യാനത്തിന്റെ ആഴം കുറേ നേരം ധ്യാനത്തിൽ ഉയർന്ന ഊർജം കിട്ടിയാൽ എന്തുണ്ടാവും? നട്ടലിന്ന് സുഷ്മേന്ന് പ്രാണൻ എന്ത് ചെയ്യും? 7ാം ചക്രത്തിലൂടെ ആ നിർവ്വാണയിലേക്ക് മഹാസമാധിയിലേക്ക് പോയി നിലയ്ക്കും. അപ്പൊ യോഗ എന്ന് അടിസ്ഥാനപ്പെടുത്തുന്നത്, തന്ത്ര എന്ന് അടിസ്ഥാനപ്പെടുത്തുന്നതൊക്കെ തന്നെ ഒരു വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫിലോസഫി ഒന്നുമല്ല, എസ്പെഷ്യലി പരിശീലനം കൊണ്ട് നേടാൻ കഴിയുന്ന മനുഷ്യരാശിയുടെ ഉന്നതമായിട്ടുള്ള ഒരു തലമാണ്. ജനനവും മരണവും അല്ലാതെ ജീവിതത്തിൽ നിന്നുള്ള ഈ സൃഷ്ടി പ്രക്രിയ ചക്രത്തിൽ നിന്ന് ഒരു വ്യക്തി മോചനത്തിനെ കുറിച്ച് അറിയുമ്പോൾ അതെന്താണെന്ന് അനുഭവിക്കുവാനായിട്ടുള്ള മാർഗമാണ് ശരിക്കും ധ്യാനം എന്ന് പറയുന്നത്. തിരിച്ചറിവിലേക്കുള്ള പാതയാണ് ധ്യാനത്തിലൂടെ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ബ്രാഹ്മി 21 ഡേയ്സിൽ വന്നവരെല്ലാം തന്നെ എന്താണ് ഊർജത്തിൽ എങ്ങനെയാണ് ധ്യാനം സംഭവിക്കേണ്ടതെന്ന് അവർ അറിഞ്ഞിട്ടുണ്ട്. അവർ ഉള്ളിലേക്ക് നട്ടലിൽ നിന്നൊരു ഊർജം പൊങ്ങി അവർ ആജ്ഞാചക്രത്തിൽ അവർക്ക് ധ്യാനം സംഭവിച്ചിട്ടുണ്ട്. കൃപ അല്ലേ? കൃപയാണ്. കൃപയുടെ വളരെ പറഞ്ഞില്ല, ഗുരുവും ഗുരുകൃപയും ഗുരുപരമ്പരയുടെ സ്മരണയും ഒക്കെ തന്നെ പറഞ്ഞില്ല. നമ്മളെ കൂടാതെ തന്നെ 1000-കണക്കിന് യോഗികളുടെ സമാധിയുള്ള ഒരു മണ്ണിലാണ് നിൽക്കുന്നത്. ഈ ഭാരതം എന്ന് പറയുന്നത് ഒരു പ്രകാശത്തിന്റെ മണ്ണാണ്. ഇവിടെ 1000-കണക്കിന് തപസ്സികളായിട്ടുള്ള സമാധിയുള്ള ഗുരുക്കന്മാരുടെ കൃപയുണ്ട്. ആ കൃപയുടെ ഒരു പരമ്പരയുടെ അംശമായ ഒരാളാണ് ഞാൻ. അപ്പൊ എന്നിൽ വരുന്നവർക്കെല്ലാം തന്നെ അത് സംഭവിക്കും. അതിനാണല്ലോ ഗുരുക്കന്മാർ ഇവിടെ വരുന്നത്. നമ്മളെ വേറൊരു അവയർനെസ് തരുമല്ലേ. മനുഷ്യന് ഈ ശരീരവും മനസ്സുമല്ല, അതിനുപരി ഒരു തലമുണ്ടെന്ന് ഒരു ഗുരുവിൽ വരുമ്പോൾ അനുഭവിക്കാൻ പറ്റും. ഗുരു അല്ലെ? ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് പ്രകാശിപ്പിക്കുന്ന ആളാണ്. അതെ, ആ പ്രകാശം തരാനായിട്ടാണ് ഗുരുക്കന്മാർ ഒരു ഫോമായിട്ട് ഇവിടെ വരുന്നത്. അതിലൂടെ തിരിച്ചറിവ് ആൾക്കാരിലേക്ക് സംഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇത് 21 ദിവസം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് 21 ദിവസം വേണ്ടി വരുന്നത്? പിന്നെ ആ 21 നമ്പറിന്റെ പ്രാധാന്യം ഇപ്പം 1-2 ദിവസം കൊണ്ടല്ലല്ലോ, 21 ദിവസം ആകുമ്പോഴേ അത് പൂർണ്ണമാവുള്ളൂ. തീർച്ചയായും. അപ്പം ആ സമയം കൊണ്ട് എനർജി ലെവൽ മാറിയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അതിന്റെ പ്രാധാന്യത്തെ പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായും മാം. 21 എന്നുള്ള അക്കം ശരിക്കും യോഗയുടെ മാനത്തില് ഈ സൗരയുഗം 84-ാം ചക്രത്തിലാണ് നിൽക്കുന്നത്, സൃഷ്ടിചക്രം. ഈ 84 എന്നുള്ളത് ഈ മനുഷ്യഘടനയുടെ മനുഷ്യഘടനയിൽ തന്നെ ഓരോ ചക്രങ്ങളും നോക്കുമ്പോഴും ഊർജ പ്രക്രിയ 84-ൽ വന്നാണ് നിൽക്കുന്നത്. ബാക്കിയുള്ള മുകളിലോട്ടുള്ള ചക്രങ്ങളെല്ലാം തന്നെ കൃപയിലാണ് സംഭവിക്കാറുള്ളത്. അപ്പം ഈ സൃഷ്ടി കടന്നു വന്നതിൽ 84-ല് 21 അനദറായിട്ടുള്ള പ്ലാനറ്റ്സ് ഉണ്ട്. ഈ 21 സൃഷ്ടി പ്രക്രിയ കടന്ന് മനുഷ്യൻ പരിണാമപ്പെട്ടു വന്ന ഈ ചക്രത്തിന് കൊടുക്കുന്ന വലിയൊരു അക്കമാണ് 21 എന്ന് പറയുന്നത്. എപ്പോഴും 21-ൽ യോഗയുടെ മാനത്തിലും തന്ത്രയുടെ മാനത്തിലും 3 കാര്യങ്ങൾ ഒരേപോലെ യോജിക്കുന്ന സമയത്ത് ബോഡി മൈൻഡും സോളിലേക്ക് ഒരു ത്രികോണം വരച്ചിട്ട് ഇവിടെ സോളാന്ന് വെച്ചോ, ഇത് ബോഡി മൈൻഡും, ഇത് ഒരേ സമയത്ത് സംഗമിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകതരം അക്കങ്ങളുണ്ട്. എപ്പോഴും കാൽക്കുലേഷൻ, വേദം എന്ന് പറഞ്ഞാൽ അതെ, ജോമെട്രിക്കൽ കാൽക്കുലേഷൻ ഉണ്ട് 21-ല്. അതേപോലെ തന്നെ എപ്പോഴും വേദം എന്താണ്? ഒരു കാൽക്കുലേഷനാണ്. നമ്മൾ കലിയുഗം, സത്യയുഗം, ത്രേതായുഗം ഇതൊക്കെ പറയുന്നത് എന്താണ്? ഇത് സൃഷ്ടിയുടെ ഒരു ഊർജം. കലിയുഗം എന്ന് അർത്ഥമാക്കുന്നത് ഈ പ്രകാശം കുറച്ച് ആ പ്രകാശത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. അപ്പൊ ഭൂമി അല്ലെ, കൃഷ്ണന്റെ കാലഘട്ടത്തിലൂടെ തന്ത്രയിൽ പറയാറുണ്ട് ആ ഡിവൈൻ എനർജി പൂർണ്ണമായിട്ട് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ ആ ഒരു എനർജി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് എന്താണ്? സൃഷ്ടി എന്ത് ചെയ്യുവാണ്? കുറച്ച് അകലെയാവുകയാണ്. സൃഷ്ടിയുടെ ഈ ചക്രം അതൊരു കാൽക്കുലേഷനാണ് പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ 21 എന്ന് പറയുന്ന അക്കം നമ്മളൊരു സ്പിരിച്വൽ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു എനർജി തരത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ സൂര്യനും ചന്ദ്രനും സൃഷ്ടി പ്രക്രിയയിൽ നടക്കുന്ന പല രീതിയിലുള്ള സ്പന്ദനം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ യോഗയിൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? സൂര്യ നമസ്കാരമാണ്. തന്ത്രയിൽ ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത് സൂര്യനാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് പല രീതിയിലും നമുക്കിതിനെ സ്വീകരിക്കാനായി റെഡി ആയിരുന്നു കഴിഞ്ഞാൽ യോഗയുടെ മാനത്തിൽ അച്ഛനാണ് സൂര്യൻ, യോഗയുടെ മാനത്തിൽ അമ്മയാണ് ചന്ദ്രൻ. ഇത് രണ്ടും പല രീതിയിലും ഊർജ്ജ തലത്തിലും ഒരു ജനന പ്രക്രിയക്ക് പോലും സഹായിക്കുന്ന ഇത് രണ്ടുമാണ്. അതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത്. സൃഷ്ടിയുടെ അക്കങ്ങൾ എന്ന് പറയുന്നത്, നമ്പേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ പലതിലും അതിൻ്റെ ഊർജം നമ്മളൊരു സ്പിരിച്വൽ കാര്യം ചെയ്യുമ്പോൾ അതിന് വളരെയേറെ യോജിക്കും. പറയാൻ നമുക്ക് സാധന എന്ന് പറയുന്നൊരു ആക്ഷനാണ്. എന്നുവെച്ചാൽ നമ്മളിതൊരു
ഏതൊരു ബ്ലെസ്സിങ്സ്, കൃപ എന്നൊക്കെ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ സാധന എന്ന് പറയുന്നൊരു ഹോപ്പല്ല, എനിക്കെന്തോ കിട്ടും അങ്ങനെയുള്ളതല്ല. സാധന എന്ന് നമ്മൾ അതിലേക്ക് ഒരു ചുവട് വെക്കുന്നുണ്ട്, ആഷനുണ്ട്. പ്രെയർ ചെയ്താൽ നമ്മൾ ചിന്തിച്ചിരിക്കണം, ഹോപ്പ് ചെയ്തല്ലേ നമുക്ക് എവിടെ നിന്ന് കിട്ടും. അതൊരു മനസ്സിന്റെ തലമാണ്. സാധന എന്ന് പറയുന്ന അവനവനെ അറിയാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റെപ്പാണ്. അതിലൂടെ അവർക്ക് അറിയാൻ സാധിക്കും. അതിനാണ് 21 എന്നുള്ള അക്കം നമ്മൾ വെക്കാറുള്ളത്. 21, 41, 112 ഇതൊക്കെ തന്നെ ചക്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ 21 ചക്രങ്ങളാണ് ബ്രാഹ്മി 21 ഡേയ്സ് എന്ന് പറയുന്നത്. 21 ചക്രങ്ങൾ പോലും ഒരു വ്യക്തിക്ക് ഭൗതികപരമായും ആത്മീയപരമായിട്ടും അവൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താണോ അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് പരിണാമത്തിൻ്റെ അടിസ്ഥാനം, ഇതുപോലെ ധ്യാനം എന്ന് പറഞ്ഞ് സംഭവിക്കേണ്ട ഒന്നാണ്. അതിലേക്ക് നയിക്കാനായിട്ട് 21 ചക്രങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അതിലേക്കുള്ള പാത, ഒരു സെൽഫ് റിയലൈസേഷൻ എന്താണെന്നുള്ള ഒരു അവയർനെസ്സിലേക്ക് എടുത്തു പോകാനായിട്ടൊരു ചുവടുവെപ്പാണ് എപ്പോഴും. അന്ന് പറഞ്ഞിരുന്നു ഈ ധ്യാനത്തിൽ പ്രധാനമായിട്ടും 4 ചക്രങ്ങളെയാണ് ബേസ് ചെയ്ത് പോകുന്നത്. മൂലാധാരം, അനാഹതം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം. അപ്പോൾ ഈ 4 ചക്രങ്ങളാണ്. അവിടം വരെയാണ്, മുകളിലേക്കില്ല. അപ്പോൾ അത് ബേസ് ചെയ്ത് ബാലൻസ് ചെയ്ത് നിർത്തുമ്പോഴാണ് നമുക്കത് ഈ പറഞ്ഞ സാധനയിലേക്കും അങ്ങനെ എത്തിപ്പെടുക എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചക്രങ്ങളെല്ലാം ശരിക്കും എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ആ പ്രോസസ്സ് പോകുന്നത്? കുണ്ടലിനി ശക്തി എന്ന് പറഞ്ഞിരുന്നു. കുണ്ടലിനി ശക്തി നമുക്ക് സ്കൈ യോഗ എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ, കുണ്ടലിനി ശക്തി ഉണർത്തി അത് പോകുന്ന പോലെ തന്നെ ഇപ്പം ഈ പറഞ്ഞ യോഗയിൽ ഇതുപോലെ ബാലൻസ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഇവിടെയാണ് ശരിക്കുള്ള ഒരു ബേസ് നിൽക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പോകുന്നത്, ഈ സാധനം എങ്ങനെയാണ് പോകുന്നത്? 21 ചക്രങ്ങൾ എന്ന് പറയുമ്പം ചക്രങ്ങളിൽ തന്നെ 2 തലങ്ങളുണ്ട്. നമ്മുടെ ആധാര ചക്രങ്ങളുള്ള താഴോട്ടുള്ള 5 ചക്രങ്ങളും അതിൻ്റെ പകുതി ശക്തി എന്ന് പറയുന്നത് ഈ എർത്ത് എനർജിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇപ്പം തന്ത്രയിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ ചക്രങ്ങൾ പകുതി ഭൗതികമാണെന്ന് പറയാൻ എന്താ കാര്യം? ആത്മീയതയും ഭൗതികതയും എന്ന് പറയുന്ന രണ്ടൊന്നും എനർജിയുടെ ബേസിലല്ല. എനർജിയുടെ ബേസിൽ ഇതെല്ലാം തന്നെ ഒന്നേ ഉള്ളൂ. മനുഷ്യൻ എങ്ങനെയാണോ പരിണാമം വേണ്ടത് അവൻ ആഗ്രഹിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അവൻ്റെ വിവേകത്തോട് ആഗ്രഹിക്കുന്ന ഒരു പ്രക്രിയ. അതിന് പരിണാമം സംഭവിക്കണമെങ്കിൽ മെറ്റീരിയൽ ആയിട്ടുള്ളൊരു എനർജി നമുക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള എനർജി ആയിട്ട് നമ്മൾ സിങ്ക് ആയിരിക്കണം. നമ്മുടെ ഊർജ്ജം, വെൽത്ത്, ഹെൽത്ത്, റിലേഷൻ ഇതൊക്കെ പറയുന്നത് ഈ ചക്രങ്ങളുടെ എനർജിയായിട്ടും കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്നാൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടും കുണ്ടലിനി ചൈതന്യം ഉയർന്നിട്ടുള്ളൊരു ഊർജ്ജം എന്ന് പറയുന്നത് എപ്പോഴും മോചന പ്രക്രിയയ്ക്ക് ഉള്ളതാണ്. ഉയർന്ന കുണ്ടലിനി ചൈതന്യം ഒരു ഉയർന്നു നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ഭൗതിക ജീവിതത്തിൽ നിന്നുള്ള എന്നുവെച്ചാൽ അവരൊപ്പം നിൽക്കാനും പറ്റില്ല. അവർക്ക് ഭൗതികത്തിലൊന്നും വേണ്ടതാണ്. അവർ ഇതിനെക്കാട്ടി വേറെ ഒന്നതിനെ അറിഞ്ഞു കഴിഞ്ഞു. അല്ല, ബുദ്ധന്റെ കഥ നോക്കിയാൽ മതി. ബുദ്ധൻ എന്തോ ഒന്നിനെ സ്പന്ദിച്ച് സത്യാന്വേഷണത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. അദ്ദേഹം സത്യം പറഞ്ഞു. പിന്നെ രാജാവായിരുന്ന അദ്ദേഹം അല്ലേ, ഭാര്യയും കൊച്ചിന്റെ അടുക്കലോട്ട് പോയില്ലല്ലോ. പിന്നെ അതിനേക്കാട്ടിൽ ഉയർന്നൊരു തലത്തിലേക്കല്ല അദ്ദേഹം എത്തിച്ചേർന്നത്. അതേപോലെ തന്നെ കുണ്ടലിനി ചൈതന്യം ഉയർന്നു കഴിഞ്ഞ് നമ്മൾ ഏറ്റവും ഉന്നത തട്ടിലെത്തുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജീവന്റെ സൃഷ്ടിയുടെ അടിസ്ഥാന പ്രക്രിയയിലേക്ക് ലയിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുള്ളൂ. അതേസമയം 21 ചക്രങ്ങളോ അല്ലെങ്കിൽ 84, 64 എന്നൊക്കെ പറയുന്ന ചക്രങ്ങൾ എത്തുമ്പം ആത്മീയ യാത്ര കുറച്ചുകൂടെ വേഗതയേറുകയാണ്. 21 നിന്ന് 64 എത്തുമ്പം, 64 നിന്ന് 84 എത്തുമ്പം, ഇപ്പൊ ബ്രാഹ്മി 21 ഡേയ്സ് കഴിഞ്ഞവർ തന്നെ ആദ്യം അവർ 21 വന്നു. അവർ 3, 4 സാധനം എത്തിയ സമയത്ത് അവരിൽ 64 നിൽക്കുന്ന ആൾക്കാരുണ്ട്. ചക്രങ്ങൾ എന്ന് പറഞ്ഞ ജോമെട്രിയാണ്. ഇപ്പൊ ശ്രീയന്ത്രം കണ്ടിട്ടില്ലേ നമ്മള്? ശ്രീയന്ത്രത്തിന് പല രീതിയിലുള്ള ജോമെട്രിക്കൽ ഒരുമിച്ച് വരുമ്പോഴാണ് ശ്രീയന്ത്രം വരുന്നത്. അതേപോലെ ഈ ഹ്യൂമൻ മെക്കാനിസം എന്ന് പറയുന്ന ഒരു ജോമെട്രീസ് ആണ്. ഈ ജോമെട്രി എല്ലാം കൂടി കറക്റ്റായിട്ട് ഒന്നിക്കുമ്പോൾ മാത്രമേ ഒരു എനർജി നമ്മളിലേക്ക് കറക്റ്റായിട്ട് വരുന്നുള്ളൂ, അല്ലെ ഫോം ആവുന്നുള്ളൂ. അപ്പം 64, 84 ഒക്കെ എത്തുമ്പോൾ സ്പിരിച്വൽ അനുഭവം കൂടും. ഞാൻ എന്താന്നുള്ള തിരിച്ചറിവ് വർദ്ധിക്കും. പറഞ്ഞല്ലോ, ധ്യാനം അർത്ഥമാക്കുന്നത് ഒരു പ്രകാശമാണ്. ഈ പ്രകാശത്തിന്റെ അപ്പുറത്തേക്കുള്ള പല കാര്യങ്ങളുണ്ട്, അപ്പുറത്തേക്കുള്ള പല അനുഭവ സമ്പത്തുമുണ്ട്. മനുഷ്യൻ നമുക്ക് ഈ ചിന്തിക്കാനുള്ള, നമുക്ക് ഈ ലോജിക്കലി ഉള്ള തിങ്കിങ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആത്മീയത എന്ന് പറയുന്നത് അതിനേക്കാളും ഉപരിയാണ്. അപ്പം 21 ചക്രങ്ങൾ സജീവമാക്കേണ്ട പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ജോമെട്രിയെ പല രീതിയിൽ ഒന്നിപ്പിക്കുകയാണ്. ശ്രീയന്ത്രം പോലെ 112 ചക്രങ്ങളാണ് ഒരു മനുഷ്യ ശരീരത്തിനുള്ളത്. ബാക്കിയുള്ള 2 ചക്രങ്ങളൊന്നും ഈ ഭൗതിക ശരീരത്തിന് അപ്പുറമാണ്. ആ ഭൗതിക ശരീരത്തിനുള്ള 2 ചക്രങ്ങൾ ഞാൻ പറഞ്ഞു 84 എന്ന് പറഞ്ഞ സൃഷ്ടി പ്രക്രിയ നിൽക്കുകയും ഇത് 112 നമ്മൾ സജീവമായിക്കൊണ്ട് നമ്മൾ സാധനയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക്
അതിൻ്റെ അപ്പുറത്തേക്കുള്ള തലത്തേക്ക് പോകാൻ സാധിക്കും. ഇത് കൂടുതലായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 21 വരെ നമുക്ക് എപ്പോഴും തന്നെ ഇതിനൊക്കെ ഒരു ഗുരുവിൻ്റെ ഒപ്പമുള്ള ജീവിതവും ഒക്കെ തന്നെയാണ് 114ലേക്കുള്ള മാർഗം എന്ന് പറയുന്നത്. 21 വരെ അറിഞ്ഞിട്ട് ഞാൻ എന്താണെന്നുള്ള അവയർനെസ് ആവാം. നമ്മളിപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യം അല്ലേ, ഈശ്വരനോ ഈശ്വരീയ ചൈതന്യമോ അല്ലെങ്കിൽ ഈശ്വരനുണ്ടോ, ഇതിൽ നിന്നൊക്കെ ഉള്ളൊരു മോചനം, അവനവനൊരു ഊർജമാണ്. ആത്മാവെന്ന് പറയുന്ന സത്യത്തിൻ്റെ ഒരു ധ്വനിയാണ്, അല്ലെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന സ്പന്ദനമാണ്, അതിൻ്റെ തിരിച്ചറിവ്. അങ്ങനെയൊക്കെ പോകാനായിട്ട് എല്ലാവർക്കും തമ്മിൽ സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ 112 114 എന്നൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉയർന്ന മാർഗമാണ്. അതിനുവേണ്ടി സ്പിരിച്വലായി മാത്രം മാറണം. അവിടെ ഭൗതിക ചിന്തകൾ കൊണ്ട് വന്ന് നിന്നാൽ കാര്യമല്ല. എനിക്ക് എന്നിലേക്ക് തന്നെ പോകണം, അല്ലെ സൃഷ്ടിയുടെ ഒരു ഭാഗമായി ഞാൻ ലയിക്കണം എന്നുള്ള പ്രക്രിയയിൽ വരുമ്പം അതിനൊരു ഭൗതിക ജീവിതം ആത്മീയ ജീവിതം എന്ന് കണ്ടുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ വീട്ടിലിരുന്നും സാധന ചെയ്ത് മോചനപ്പെടാം, അങ്ങനല്ല. അതിന് ഗുരുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിർദ്ദേശം. അവരെന്ത് കഴിക്കുന്നു, അവരേത് സാധന ചെയ്യുന്നു, അവരുടെ നാഡികൾ അനുസരിച്ച് മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഉയർന്ന ചക്രങ്ങളിൽ പോകുമ്പം അവരേത് രീതിയിൽ സാധന ചെയ്യുമ്പോൾ അവർ ഓരോ നാഡികളും സജീവമായി പ്രവർത്തിക്കും. അതിനനുസരിച്ച് അവരെ തിരുത്തിക്കൊണ്ട് മാത്രമേ 114ലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനും അങ്ങനൊരു ഇതാണ്. അത് ഞാൻ കൂടുതലായിട്ട് പറയാത്തതാണ്. അതുകൊണ്ടാണ് 21ലേക്ക് എത്തി 21ൽ പൂർണ്ണത പ്രാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അതൊരു വിത്താണ് അല്ലേ. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് മനസ്സറിയണം അല്ലേ. അത് നമ്മൾ അറിയുന്ന എങ്ങനെ, നമ്മുടെ മനസ്സ് പറയും ഇതുണ്ട്. അതിനെ പിന്നെ നമുക്ക് എവിടെ നിന്നും സ്വീകരിക്കണ്ട, അല്ല എവിടെ നിന്നും കേട്ടറിയേണ്ട ഒരു ആവശ്യമില്ല. അവബോധം നമ്മൾ സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ അടുത്തടുത്ത് പോകണം. ഇപ്പൊ പറഞ്ഞ പോലെ വിത്തിടുകയും മുളപ്പിക്കുകയും മനെ വളർത്തുകയൊക്കെ ചെയ്യുന്നതാണ് ഈ ഒരു പറഞ്ഞ ധ്യാനാവസ്ഥ എന്ന് പറയുന്നത് 21 ദിവസത്തെ. അപ്പം അത് ചെയ്യുന്നത് പകല് 4 മണി തൊട്ട് 6 മണി വരെയുള്ള ടൈമിലാണ്, ബ്രഹ്മമുഹൂർത്ത സമയത്തിലാണ് ചെയ്തു പോരുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്തു പോകുന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ സെഷനിൽ കഴിഞ്ഞ പ്രോഗ്രാമിലൊക്കെ കുറച്ച് പേര് പങ്കെടുത്തവർക്കൊക്കെ ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു, അല്ലെങ്കിൽ താങ്കളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായും. ഞാനായിട്ടത് പറയുമ്പം അതിനൊരു ഇതില്ല. നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പേരുടെ റിവ്യൂസ് കേട്ടു. എന്നാലും നമ്മുടെ പ്രേക്ഷകരെ തീർച്ചയായും അതിന് പറയാമല്ലോ. എസ്പെഷ്യലി 21 ദിവസം കഴിയുമ്പോൾ ഇപ്പോഴും അവരെല്ലാം എൻ്റെ സ്വന്തം ആൾക്കാരെ പോലെയാണ് എനിക്ക്. എന്നുവെച്ചാൽ എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒന്നാണ്. തീർച്ചയായും അതെ. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ഗുരുവാണ് ഞാൻ. അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ വേറിട്ടൊരു വീട്ടിൽ നിൽക്കുന്നതായിട്ടല്ല എനിക്ക് തോന്നുന്നത്. എല്ലാവരും എൻ്റെ സ്വന്തമായിട്ടുള്ള ആൾക്കാരെ പോലെയാണ്. അവർക്കും എനിക്കും എല്ലാം തന്നെ. അവർ ആദ്യഘട്ടത്തിൽ വരുന്നതാണല്ലോ. ഇപ്പൊ ഇതുപോലെ തന്നെ കേട്ടിട്ട് വരുന്ന പല ആൾക്കാരും ഇത് അവര് എനർജി എന്ന് കേൾക്കുമ്പോൾ ഒരു കൗതുകമുണ്ടാവും. കൗതുകമുള്ളതിൽ ഞാൻ കൗതുകമുള്ളവരെ എടുക്കില്ല. അത് മാമിനോട് ഞാൻ പറഞ്ഞല്ലോ, കൗതുകമുള്ളവരെ നമ്മൾ ഒഴിവാക്കി മാറ്റി നിർത്തുന്നത്. യോഗയും തന്ത്രയും, അതെ സെലക്ഷൻ. യോഗയും തന്ത്രയും ഈ പറയുന്ന വാക്കുകളൊന്നും നിങ്ങൾക്ക് അട്രാക്ഷനായി വരരുത്. നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് വാചന ഉണ്ടാകണം, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തീവ്രത കത്തണം അല്ലെ. സൃഷ്ടി അറിയണം എന്നുള്ള ഒരു വിവേകത്തിലേക്ക് നിങ്ങൾ വരണം. അല്ലെ ധ്യാനം സംഭവിക്കണം. ധ്യാനത്തിലൂടെ വീടോ കാറോ ഒന്നുമല്ല സംഭവിക്കേണ്ടത്. എന്നെ തന്നെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഇതിനേക്കാട്ടിൽ ഉപരിയുണ്ട്. അതെ, അത് ഇതിന് ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും പഞ്ചഭൂതങ്ങൾ കിട്ടുന്നത് എല്ലാത്തിൽ നിന്നും ഉപരിയായിട്ടുള്ള ഒന്നാന്നുള്ള തിരിച്ചറിയണമെന്നുള്ള ഉള്ളിൽ നിന്ന് ആ വാശി ഉണ്ടാകണം. വൈരാഗ്യയെ തീരണം. യോഗയിൽ പറയുന്നത് വൈരാഗ്യം വേണം ഉള്ളിൽ നിന്ന്. അങ്ങനെയുള്ളവർ വരുന്ന ഇന്ന് ഈ പ്രാവശ്യം ഈ ബ്രാഹ്മി 21 ഡേയ്സിലെല്ലാം അങ്ങനെയുള്ളവരാണ് വന്നു ചേർന്നത്. അതാണ് ഏറ്റവും വലിയ കൃപ. അതുകൊണ്ട് അവരിലെല്ലാം തന്നെ വളരെ രീതിയിലുള്ള അവർക്കൊക്കെ തന്നെ അവരുള്ളിൽ അവരറിയാന്ന് മീൻസ് ഈ മനസ്സും ശരീരത്തിന് ഉപരി തന്നെ അവർ പലതിനെയും സ്പന്ദിച്ചു, പല ഊർജങ്ങളെ അവർ സ്പന്ദിച്ചു, അറിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോഴും ദേവിയും ദേവനും ഒക്കെ തന്നെ ഒരു ചിത്രങ്ങളിൽ കാണുന്നതാണ്. പക്ഷെ അവനവൻ്റെ ഉള്ളിൽ ഇതിനെ തിരിച്ചറിയാനും അതിനെ അനുഭവിച്ചറിയാൻ പറ്റുമെന്നുള്ള ഒരു പ്രക്രിയയിലേക്കൊക്കെ പല വർഷിപ്പിലൂടെ അവർക്ക് സാധിച്ചു. കണ്ണീന്ന് കണ്ണുനീരാണ് ഒഴുകുന്നത് പരമാനന്ദത്തിൻ്റെ. എന്ത് കൊടുത്താലും അതിൻ്റെ അത്രയും വരില്ല പരമാനന്ദ കണ്ണുനീരിൻ്റെ അത്രയേറെ ആനന്ദത്തിലായിരുന്നു എല്ലാവരും. അനുഭവത്തിന് ശേഷം ഒരു വൈരാഗ്യമായിട്ട് മാറുകയാണോ അതോ സാധാരണ ജീവിതം തന്നെ? ഈ ബ്രാഹ്മി 21 ഡേയ്സ് എല്ലാം എന്നെ നിർബന്ധിക്കുവാണ്, ഇപ്പൊ തുടങ്ങാം. അതിലെല്ലാവരും കരച്ചിലാണ് 21 ഡേയ്സ് കഴിഞ്ഞിട്ട്. നിർത്തരുത്, ഇനി നമുക്ക് ഉടൻ തന്നെ വേണേന്ന് പറഞ്ഞ്. നമ്മുടെ ഗ്രൂപ്പുണ്ട് ബ്രാഹ്മി 21 ഡേയ്സിൽ. അതിൽ ഇപ്പൊ ഈ പറയുമ്പോഴാണല്ലോ അവർ കേൾക്കുന്നുണ്ടല്ലോ. അതിലവര് എപ്പോ അടുത്ത തുടങ്ങും എന്ന് പറഞ്ഞാണ് വെയിറ്റ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അവരുള്ളിൽ സംഭവിച്ചു. അവർക്ക് 4 മണിക്ക് എണ്ണിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് 4 മണിക്ക് ഇനിയും ആ ഒരു ടൈമിലൂടെ കടന്നു ഒരു ആനന്ദമുണ്ട് മാം. നമുക്കറിയാം, നമ്മൾ മനുഷ്യരായി ഇവിടെ ജീവിക്കുന്നത്, നമ്മൾ കഴിക്കുന്നതിലും കുടിക്കുന്നതിലും നമ്മൾ ട്രാവൽ ചെയ്യുന്നതിലും ഒക്കെ കാട്ടിൽ
നമ്മൾ വെറുതെ ഇരുന്നാലും നമുക്ക് ഇതിനെക്കാട്ടിൽ വലിയൊരു സന്തോഷം കിട്ടുമെന്നുള്ള ഒരു പ്രക്രിയ അല്ലെ. ഒരു മനുഷ്യന് ചുമ്മാ ഇരുന്നാൽ ഉള്ളിൽ പല പൊട്ടിത്തെറികളും നടക്കണം, ഉള്ളിൽ പല രീതിയിലുള്ള സ്നേഹത്തിന്റെ ആനന്ദത്തിന്റെ ഒരു പ്രക്രിയ നടക്കണം. ഭൗതികം കൊണ്ട് നമുക്ക് കിട്ടും അല്ലെ, ഭൗതികം കൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഇത് കിട്ടും. പക്ഷെ അതൊരു നാച്ചുറൽ ഫോം അല്ല. നാച്ചുറലായിട്ട് ഇതുണ്ട്, സോൾ ഈ പ്രകൃതിയുടെ ഭാഗമാണ്. നാച്ചുറലായിട്ട് നമുക്ക് സ്നേഹവും ആനന്ദവും ഒക്കെ കിട്ടും, ആർട്ടിഫിഷ്യൽ അല്ല. അപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതിന്റെ പിന്നാലെ, അതിനാണ് മായ എന്ന് പറയുന്നത്. അതിന്റെ പിന്നാലെ പോകുമ്പോൾ അതിന് പരിമിതിയുണ്ട് സന്തോഷം തരാൻ. അതിന് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമേ ഉള്ളൂ സന്തോഷം. നേരിട്ട് വന്ന് തന്നെയാണോ ഈ ധ്യാനം പരിശീലിക്കുന്നത്? ഓൺലൈനായിട്ടാണ്. രാമി 21 days ഓൺലൈൻ പ്രോഗ്രാം അല്ലേ. 21 ചക്രങ്ങളുടെ സാധനം ഓൺലൈനായിട്ട് ശേഷം പിന്നെ അവരത് കണ്ടിന്യൂ ചെയ്ത് പോവാണോ? അല്ല, ഞാൻ 21 days സ്റ്റോപ്പ് ചെയ്യുമല്ലോ പ്രോഗ്രാം. അവര് ആ ധ്യാനം പരിശീലിക്കുന്നത് പിന്നെ സ്വന്തമായിട്ട് പരിശീലിച്ച് പോവുകയാണോ ചെയ്യുന്നത്? അതെ, 21 days കഴിയുമ്പം അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് നമ്മൾ എന്ത് ചെയ്യാൻ കുറെ കാര്യം ഒരു ഊർജം കിട്ടിയിട്ടുണ്ട്. അടുത്ത ബ്രാഹ്മിയും കൂടി കഴിയുമ്പോഴത്തേനും നമ്മൾ എന്ത് അവർക്ക് ഡെയിലി 15 മിനിറ്റ് ഒക്കെ പരിശീലിക്കാൻ ഒരു സാധന ക്രമീകരണം കൊടുക്കും. പക്ഷെ അവർക്ക് പറഞ്ഞില്ല, അവർക്ക് ഇതിൽ വന്നവർക്കൊക്കെ തന്നെ ജസ്റ്റ് ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ മതി, അവർക്ക് എനർജി കിട്ടി തുടങ്ങാൻ. എന്നുവെച്ചാൽ അവര് പറഞ്ഞില്ല, എന്നിൽ ഒരു പ്രാവശ്യം ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരിലെല്ലാം പ്രകാശിക്കുന്നുണ്ട്. അവർക്ക് എവിടെ ഇരുന്നാലും ആ സാധനയുടെ ഒരു എനർജി പോലെ തന്നെ അവർക്കത് വീണ്ടും വീണ്ടും കിട്ടുന്നുണ്ട്. അവർക്ക് ക്ഷേത്രത്തിൽ പോലെ എനർജി റിസീവ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ എൻ്റെ ഒരു അംശമായി ഞാൻ അവരെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞില്ല, അവരുടെ ഹാർട്ട് അത്രയും തുറന്നിരിക്കുകയാണെങ്കിൽ അവരിതിനെല്ലാം സ്വീകരിക്കാനായിട്ടുള്ള വിശ്വാസത്തോടും അത്രയേറെ വില്ലിങ്ങിലോടും വന്ന് ചേരുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ സദാസമയം ഞാൻ അവരോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ ഹാപ്പി ആയിരിക്കും. അവർക്ക് എനർജി അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്ക് അവർ കടന്നു കയറും. ബ്രാഹ്മി സ്കൂൾ ഓഫ് ഇന്നർ സയൻസിലെ 21 ദിവസത്തെ മെഡിറ്റേഷനിൽ, അപ്പോൾ 21 ദിവസം എന്ന് പറയുന്ന ഒരു മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വരുന്ന മാസങ്ങളുമൊക്കെ ഏറ്റവും നന്നായി മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നതും മാറ്റങ്ങൾ വരാനും ഉള്ളൊരു കാലമാണ്. അപ്പം ഈ മെഡിറ്റേഷൻ കാലഘട്ടത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അവരിൽ സംഭവിക്കുന്നത്? അവരനുഭവിക്കുന്നതായ മാറ്റങ്ങൾ നല്ലതായാലും ഏത് രീതിയിലായിരുന്നാലും ആ ഒരു തലത്തിലേക്ക്, ഉയർന്ന തലത്തിലേക്ക് പോകുന്ന ആ യാത്രയെ പറ്റി ഒന്ന് വിവരിക്കാമോ? തീർച്ചയായും മാമേ പറഞ്ഞ പോലെ ഈ മാസം വളരെ പ്രാധാന്യമുള്ള മാസമാണ്. യോഗയിൽ ഇതൊരു ശ്രാവണ മാസമാണ്. ശിവ ഊർജം, ശിവന്റെ 3 ഭാവങ്ങളും, രുദ്രനും ഹരയും സതയും 3 ഭാവങ്ങളാണ് ശിവന്റെ ഉള്ളത്. ഇത് 3ഉം ഒരുമിച്ച് ഈ ഒരു മാസം പറഞ്ഞ പോലെ ഒരു എനർജി എപ്പോഴും സൃഷ്ടിയ പ്രക്രിയയിൽ ഇങ്ങനെ കടന്നു കറങ്ങുമ്പം ഈ മന്തിനൊക്കെ തന്നെ വളരെ പ്രത്യേകതയുണ്ട്. പിന്നെ കേരളത്തിൽ ഇത് കർക്കിടക മാസമാണ്. എപ്പോഴും പിതൃക്കൾക്കാണ് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. പിതൃക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ഇടനാടിക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് തുല്യമാണ്. ഇടനാടി പറഞ്ഞൊരു കൃപയാണ്. നമ്മൾ നമ്മുടെ അമ്മയുടെ വയറ്റിലേക്ക് വരുമ്പം ഗർഭം ധരിക്കുന്ന ഒരു ചന്ദ്രന്റെ ഊർജ്ജ പ്രക്രിയ അമ്മയിൽ സംഭവിച്ചതുകൊണ്ടാണ്. അതേപോലെ തന്നെ പിതൃക്കളുമായിട്ടുള്ള ഈ ശരീരം പറഞ്ഞാൽ ഇതൊരു കാരണ ശരീരമാണ്. കാരണ ശരീരത്തിലാണ് നമ്മുടെ ഓർമ്മകളും നമ്മുടെ കർമ്മങ്ങളും ഉള്ളത്. എന്നാൽ നമ്മൾ അതിനേക്കാട്ടിൽ ഉപരി സൃഷ്ടി പ്രക്രിയയിൽ നിന്ന് നമ്മളൊരു മോചനം ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എപ്പോഴും ഈ മാസങ്ങളിലുള്ള സാധന എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാണ്. അതാണല്ലോ ധ്യാനവും സാധനയും തമ്മിലുള്ള വ്യത്യാസം. അതാണല്ലോ ധ്യാനം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിനൊരു ശാന്തമായ ഒരു അവസ്ഥ കിട്ടാനാണ്. പക്ഷെ സാധന എന്ന് പറയുന്ന പല ഡിവൈൻ വർഷിപ്പിലൂടെ ഇപ്പൊ നാഗ, ദേവി, ശിവ ഇതൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ സൃഷ്ടിയുടെ ഒരു ഊർജമാണ്. അതെ അതെ, ഒരു ലോ എനർജി, ഹൈ എനർജി, ഇങ്ങനെ ഒരു എനർജി ഫോമാണ്. ഇപ്പൊ ദുർഗയെ പോലെ ആയിരിക്കില്ല കാളിയുടെ ഊർജം, അതിനെക്കാട്ടിലും ഉപരിയായിരിക്കും. കാളിയെക്കാട്ടിൽ ഉപരി ഊർജമായിരിക്കും രുദ്രന് വരുന്നത്, അതിനെക്കാട്ടിൽ ഉപരിയായിരിക്കും കാലഭൈരവന് വരുന്നത്. അപ്പം ഇങ്ങനെ ഓരോ എനർജി, ഓരോ ചക്രങ്ങളുടെ എനർജി വരുന്ന സമയത്ത് എന്തുണ്ടാകുന്നത്, ഈ പറഞ്ഞ പോലെ നമുക്കറിയാം ഇതൊരു കർമ്മമാണ്. ഇതിനൊരു DNA കട്ട് ചെയ്യണം. DNA ഉണ്ട്, നമുക്കറിയാം. നമ്മളതിനെ എന്ത് പറയും, കാർമികം എന്ന് പറയല്ലേ. നമുക്ക് കാർമികം അല്ലെ പൂർവികം നമ്മുടെ അല്ല, നമ്മുടെ പരമ്പരയിലുള്ളവർ ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ 99% നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ ദുഃഖത്തിനുള്ള കാരണം. അപ്പൊ ഈ 99% നമ്മുടെ കാരണ ശരീരം അല്ലേ. യോഗയിൽ പറയും അപ്പൂപ്പന്റെ കണ്ണാ നമ്മുടെ കണ്ണുമായിട്ടിരിക്കുന്നതെന്ന്, അപ്പൂപ്പന്റെ മൂക്ക നമ്മുടെ മൂക്കായിട്ടിരിക്കുന്നതെന്ന്. അതും എത്രയോ അപ്പൂപ്പന്മാരുടെ മൂക്ക് അല്ലേ അതേപോലെ ഒരുമിച്ചാണ് വരുന്നത്. അപ്പം കാരണ ശരീരം രൂപകൽപ്പനപ്പെടുന്ന എപ്പോഴും പിതൃക്കളുടെ ഒരു ഇതുകൊണ്ട് അതെ. അതുകൊണ്ടാണ് എപ്പോഴും സാധന ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഈ DNA കട്ട് ചെയ്യും, ഈ ജനറ്റിക്കൽ കർമ്മ മൊത്തത്തിൽ ഓഫ് ആവുകയും പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ ശരിക്കും സ്പിരിച്വൽ അവേക്കിങ് നടക്കുന്ന സാധനയോട് മാത്രമാണ്. സ്പിരിച്വൽ അവേക്കിങ് എന്ന് വെച്ചാൽ നമ്മൾ സൃഷ്ടിയുടെ ഒരു ഊർജത്തെ
ലോ എനർജിയും ഹൈ എനർജിയും വലിയ വലിയ എനർജീസും നമ്മൾ സ്വീകരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യില്ല, നമ്മുടെ ഈ DNA ഭാഗമാവില്ല. നമ്മുടെ കർമ്മങ്ങൾ പോയി നമ്മൾ വേറെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഹയർ പോസിബിലിറ്റീസിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അതുകൊണ്ടാണ് ഡിവൈൻ വർഷിപ്പ് നമ്മൾ ചെയ്യുന്നത്. ഡിവൈൻ വർഷിപ്പിലൂടെ ഇതിനെയാണ് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പം ഈ മന്ത് വളരെ പ്രാധാന്യമാണ്. അതേപോലെ ഈ മാസത്തെ ബ്രാഹ്മിയിലെ സാധനയും വളരെ പ്രാധാന്യമാണ്. ബ്രാഹ്മിയിൽ പല സാധനയും ബിഗിനിങ്ങിലുള്ളവരോട് ചോദിച്ചാൽ മതി. ബ്രാഹ്മിയിലുള്ള സാധനമെല്ലാം ആദ്യ സാധനം ഞാൻ അവർക്ക് കണ്ടക്ട് ചെയ്തത് എൻ്റെ 21 ചക്രങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ്. രണ്ടാം സാധനം കണ്ടക്ട് ചെയ്തത് ഞാൻ എൻ്റെ 61 ചക്രങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇപ്പോഴത്തെ സാധനം 84 ചക്രത്തിലാണ് ഞാൻ കൊടുത്തത്. ഈ സാധനം കൊടുക്കാൻ പോകുന്നത് 112-ലാണ്. ഇത് പറയാൻ കാരണം എന്ന് പറയുന്നത് എപ്പോഴും തന്നെ നമുക്കറിയില്ല, 6 ചക്രങ്ങളും കൂടി സജീവമാവുന്ന സമയത്ത് മാത്രമേ നമ്മുടെ അടുത്തുള്ള ഒരാളെ പോലും നമുക്ക് എൻ്റെ ഉള്ളിൽ നടക്കുന്ന പൊട്ടിത്തെറിയെ അവർക്ക് അതിൻ്റെ ആ പൊട്ടിത്തെറിയുടെ ആ ഒരു ഇതുണ്ടല്ലോ, തെറിച്ച് വരുന്നത് അതേപോലെ തന്നെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 6 ചക്രങ്ങൾ ഒരേപോലെ തന്നെ സജീവമാവുന്ന സമയത്ത് മാത്രമേ എൻ്റെ ഒപ്പം ഉള്ളവർക്ക് എന്നെക്കാളും ഉയർന്ന എനർജി ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ബ്രാഹ്മിയിൽ സാധനയിൽ പങ്കെടുക്കുന്നവർ തികച്ചും ആത്മീയതയിലേക്ക് വേണ്ടി മനസ്സർപ്പിച്ചുകൊണ്ട് വരുന്നവർ മാത്രം വരിക. അല്ലെങ്കിൽ ഊർജം ഈ വട്ടം തന്നെ മാമിനോട് പറയുകയാണ്, പല ആൾക്കാരും എനർജി ഫീൽ ചെയ്തപ്പോൾ 2ാം ദിവസം പേടിച്ച് നിന്നവരുണ്ട്. അവർ മനസ്സിന്റെ തലത്തിൽ കേട്ടിട്ട് ഹൈ എനർജി ഫീൽ ചെയ്യുമ്പോൾ അവർ പേടിച്ച് നിന്നുപോയി. പക്ഷെ അവർക്ക് പേടിയൊന്നും മനസ്സിനും ശരീരത്തിനും അപ്പുറമുള്ള വൈബ്രേഷൻ അറിയുമ്പം വിഷൂന്നായിപ്പോയി. മനസ്സിൽ പറഞ്ഞ പോലെ ഫസ്റ്റ് ലെവല് ആദ്യ ആഴ്ച പോലെയല്ല, 2ാം ആഴ്ച 3ാം ആഴ്ചയാകുമ്പോൾ ഈ എനർജിയായിട്ട് യോജിക്കും. ആദ്യം പറഞ്ഞാൽ ജപവും തപവുമാണ്. അപ്പൊ എനർജിയൊക്കെ മുറുക്കുന്ന പോലെ ഹൈ ആയി വരും. അപ്പൊ എനർജി കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനും അപ്പുറം. അപ്പൊ മനസ്സ് എന്ത് ചെയ്യും, വെപ്രാളം പിടിക്കും. ഞാൻ എന്തൊക്കെയോ വേറെ അറിയുകയാണല്ലേ, ശരീരത്തിനും മനസ്സിനും അപ്പുറമുള്ള ഒരു കാര്യം പറയുമ്പോൾ മനസ്സിന് ആദ്യം ആ സമയത്ത് നിശ്ചല വരുന്നത്, പിന്നെ പേടി വരും. ഇതിലൂടെ എനർജി ഫീൽ ചെയ്തു, എനിക്ക് പേടി, എനിക്ക് ഭൗതിക ജീവിതമുണ്ട്, ആത്മീയ ജീവിതമുണ്ട്, കൗതുകം അതാ ഞാൻ പറഞ്ഞു ഒഴിവാക്കണമെന്ന്. നിങ്ങൾ ഇവിടെ കൗതുകം കൊണ്ട് കേട്ട് വന്ന് നിങ്ങൾ പേടിച്ചോടത്തേ ഉള്ളൂ. എന്നുവെച്ചാൽ എനർജി അത്രയും ഹൈ ആണ് ഒഴുകുന്നത്. അത് സ്വീകരിക്കാനായിട്ട് മനസ്സുണ്ട്. നിങ്ങളെ മോചനപ്പെടുത്തുവാനായിട്ടാണ് എനർജി. നിങ്ങളുടെ കർമ്മത്തിൽ നിന്ന് മോചനമാണ് എനർജി കൊണ്ട് സംഭവിക്കുന്നത്. അതുണ്ടാക്കുന്ന ചേഞ്ചസ് അതൊരു സ്നേഹത്തിന്റെ ആനന്ദത്തിന്റെ ഒക്കെ തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ 112 ചക്രങ്ങൾ എടുക്കുന്ന ഒരു സാധന പ്രക്രിയയാണ് ബ്രാഹ്മി 21 ഡേയ്സ് ഇത്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ ഹൈ എനർജിയിലാണ് ഉണ്ടാകുന്നത്. ഈ മാസത്തിന്റെ പ്രത്യേകത കൂടി മനസ്സിലാക്കിയാണ് ഇങ്ങനൊരു സാധനം കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രാഹ്മി 21 ഡേയ്സ് ഒന്നിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇപ്പം ആദ്യ ബ്രാഹ്മി തൊട്ടുള്ള ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ബ്രാഹ്മിയിലുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്കറിയാം 3ഉം 4ഉം ബ്രാഹ്മി അറ്റൻഡ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ബ്രാഹ്മി 21 ഡേയ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് അല്ല, ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എനർജി പ്രക്രിയ എന്നുള്ളത്. ഇത് ഓരോ വട്ടവും ഈ വട്ടം ദുർഗയെ അനുഭവിക്കുന്ന പോലല്ല അടുത്ത പ്രാവശ്യം ദുർഗയെ അനുഭവിക്കുന്നത്, അല്ലെ കാളിയെ അനുഭവിക്കുന്നത്, ശിവനെ അനുഭവിക്കുന്നത്. ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവർ ഉള്ളിൽ പല രീതിയിലുള്ള വ്യത്യസ്ത തലങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് മനസ്സിലാവും ബ്രാഹ്മി 21 ഡേയ്സ് കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രോസസ്സ് അല്ല, അത് ഡിഫറെന്റ് എനർജി ആയിട്ട് വരുന്നൊരു കാര്യമാണെന്നുള്ളത്. അതാണ് അതിൽ സംഭവിക്കുന്ന ഏറ്റവും മാറ്റം. അവരെൻ്റെ ഒപ്പം 4ഉം 5ഉം 6ഉം ബ്രാഹ്മി ആകുമ്പം ക്ഷമയോടുകൂടി നിൽക്കുന്ന ആൾക്കാർക്ക് പലർക്കും അവർ ഈ സൃഷ്ടി പ്രക്രിയയിൽ നിന്ന് വരെ മോചനപ്പെടുന്നുണ്ട്. അല്ലെ, ഒരു ഗുരു വരുന്നത് ഒപ്പം വരുന്നവരെ കൂടി സമാധി കൂട്ടിക്കൊണ്ടു പോകാനാണ്, അല്ലെങ്കിൽ ഊർജത്തിലൂടെ അവരും കൂടി സമാധി പോകാനായിട്ടാണ്. അതിലേക്ക് പോലും അടുപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വലിയൊരു അവസരമാണ് ബ്രാഹ്മി 21 ഡേയ്സ് എന്ന് പറയുന്നത്. വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും ബ്രാഹ്മി 21 ഡേയ്സ്. അവനവനെ അറിയാനായിട്ട് ഉള്ളൊരു മാർഗമാണ്. അതിൻ്റെ ഭാഗമാവുന്നവർക്കെല്ലാം തന്നെ ഉയർന്ന തലത്തിൽ ഒരു ഗുരുവിൻ്റെ സഹായം എന്താണെന്ന് മനസ്സിലാക്കി പോകാനായിട്ടുള്ള ഒരു ക്രമീകരണം കൂടിയാണ് ബ്രാഹ്മി 21 ഡേയ്സ്. ശ്രീ ആദ്യം പറഞ്ഞതുപോലെ നമ്മളൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു എന്താണെന്ന് അറിയാനുള്ള താല്പര്യം മാത്രം പോരാ, ശരിക്കും ഒരു ധാരണ, അല്ലെങ്കിൽ ശരിക്കൊരു അവബോധം, അല്ലെങ്കിൽ ശരിക്കൊരു താല്പര്യം, അല്ലെ, അടിയുറച്ച വിശ്വാസം. അപ്പൊ അങ്ങനെ ആ ഒരു തലത്തിലൂടെ സഞ്ചരിക്കാൻ തയ്യാറായിട്ടുള്ളവർ തീർച്ചയായിട്ടും വരിക, അല്ലെ, നമ്മളിത് അനുഭവിച്ചറിയുക തന്നെ വേണം. അല്ലാതെ ബിഗിനിങ് ആയിട്ടുള്ള ഒരാള്, ബിഗിനിങ് ആയിട്ടൊരു മെഡിറ്റേഷനൊക്കെ പരിശീലിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പറ്റിയിട്ടുള്ളതല്ല ഈ ഉയർന്ന സാധനയൊക്കെ. അത് സ്പിരിച്വലി അവേക്കാവാൻ വേണ്ടി, അല്ല ജീവിതത്തിന്റെ സാഹചര്യം, അല്ല ഒരാൾക്ക് നമുക്ക് തന്നെ ഒരു ഗ്രഹണം ഉണ്ടല്ലോ. നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ജീവിത സാഹചര്യം എങ്ങനെയാണ്, നമ്മൾ എന്തിനാണ് നിൽക്കുന്നത്, നമുക്കിപ്പോൾ ആത്മീയതയിൽ ഞാൻ പറയില്ല, ആ വാഞ്ചന നമുക്കുണ്ടാകും, നമുക്ക് അറിയണം എന്നുള്ള ഇൻറ്റൻസീവായിട്ടുണ്ടാകണം. അല്ലേ, ഒരാളെ സ്നേഹിക്കുന്ന എപ്പോഴും മനസ്സുകൊണ്ടായിരിക്കും, അഭിനയിക്കാൻ നമ്മൾ സ്നേഹിക്കണം, അല്ലേ, നാച്ചുറലി നമുക്കുണ്ടാവണം ആ കാര്യം, നമുക്ക് തന്നെ വേണം, നമുക്ക് സംഭവിക്കണം. അങ്ങനെയാണ് പറഞ്ഞില്ലേ, എല്ലാ നദികളും ഒഴുകിയെത്തുന്ന ഒരു സമുദ്രത്തിലേക്കാണ്. ഞാൻ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സാണ് ആത്മീയത എന്ന് പറയുന്നത്, നിങ്ങൾ ആത്മാവായതുകൊണ്ട്.
അപ്പൊ നമ്മൾ ജനിച്ച നാൾ തൊട്ട് നമുക്ക് സത്യത്തെ അറിയണമെന്നുള്ളൊരു വാഞ്ചന നമ്മളിൽ ഉണ്ടാവും. അല്ലൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ഉണ്ടാവും, നമുക്ക് എന്തോ ഒന്നും ഉണ്ടെന്നുള്ളതുണ്ടല്ലേ. അപ്പൊ എല്ലാവരുടെ ഉള്ളിലും സംഭവിച്ചിട്ടുണ്ട് സ്പിരിച്വൽ പ്രോസസ്സ്. പക്ഷെ അതിൽ എങ്ങനെ എത്തണമെന്നുള്ളത്, അവിടെ എങ്ങനെ കണ്ടെത്തണമെന്നുള്ള വളരെ താല്പര്യത്തോടുകൂടി, വളരെ എന്ത് ചെയ്യണം, അതിൽ വൈരാഗ്യത്തോടു കൂടി വന്നാൽ മാത്രമേ അവർക്ക് നിലനിന്ന് സാധനയുടെ ഉയർന്ന തട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് മനസ്സിൽ നിന്ന് അത്ര ഇതുണ്ടായിട്ട് വേണം ഇതിലേക്ക് വന്ന് ചേരാൻ. അപ്പോൾ പ്രകൃതിയുടെ ഭാഗമായി നമ്മൾ ശരിക്കും ആ ആനന്ദത്തിലേക്ക് ലയിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ബ്രാഹ്മി 21 ഡേയ്സിലേക്ക് പറഞ്ഞില്ല, ഇൻറ്റൻസീവ് ആയിട്ടുള്ള സാധകര് താല്പര്യത്തോട് വന്നു ചേരുക. ഇതൊരു സെൽഫ് റിയലൈസേഷൻ പ്രോഗ്രാമാണ്, അവനവനെ അറിയാനായിട്ടുള്ളൊരു മാർഗമാണ്. പ്രോഗ്രാംസ് ഇപ്പം ബ്രാഹ്മി സ്കൂൾ ഓഫ് ഇന്നർ സയൻസിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിനെ പറ്റിയാണ് തീർച്ചയായും അതിലൊക്കെ പലർക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം ആദ്യം താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഫോൺ നമ്പറും ഡീറ്റെയിൽസും വീഡിയോയുടെ താഴെ കൊടുത്തേക്കും. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.